പാകിസ്ഥാനിലെ പെഷവാറിൽ പള്ളിയിൽ ചാവേർ ആക്രമണം 25ഓളം പേർ കൊല്ലപ്പെട്ടു. 100ഓളം പേർക്ക് പരിക്ക്. 30 പേരുടെ നില ഗുരുതരം. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ പള്ളിയുടെ ഒരു വശം തകർന്നു. തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ ജാഗ്രതാ നിർദ്ദേശം. ഭാരത് ജോഡോ യാത്ര പൂർത്തിയാക്കാൻ കഴിഞ്ഞത് ജനങ്ങളുടെ പിന്തുണ മൂലമെന്ന് രാഹുൽ ഗാന്ധി. दिल में आपके साथ आपके साइड में चल रही हूँ, क्योंकि मैं जानती हूँ कि आप अपने लिए नहीं चल रहे हो, आप मेरे लिए चल रहे हो और आप मेरे भविष्य के लिए चल रहे हो. രാഹുലിന്റേത് ആത്മീയ യാത്രയെന്ന് പ്രിയങ്ക ഗാന്ധി. പ്രതിപക്ഷ പിന്തുണയോടെ 5 മാസം നീണ്ട യാത്രയ്ക്ക് സമാപനം. ഹിൻഡൻബർഗും അദാനി ഗ്രൂപ്പും തമ്മിലുള്ള പോര് തുടരുന്നു. അദാനി നൽകിയ വിശദീകരണത്തിന് ഹിൻഡൻബർഗിന്റെ മറുപടി. ദേശീയത പറഞ്ഞ് തട്ടിപ്പ് മറച്ചുവെക്കാൻ കഴിയില്ലെന്ന് ഹിൻഡൻബർഗ്. അദാനി ഗ്രൂപ്പിന്റെ ഓഹരികൾ വൻ തകർച്ചയിൽ. യുവജന കമ്മീഷൻ അധ്യക്ഷ ചിന്താ ജെറോമിന്റെ ഗവേഷണ പ്രബന്ധം കോപ്പിയടിയെന്ന ആക്ഷേപം. സേവ് യൂണിവേഴ്സിറ്റി ഫോറം കേരള സർവകലാശാല അധികൃതർക്ക് പരാതി നൽകും. ലേഖനത്തിലെ പിഴവുകൾ അപ്പാടെ പ്രബന്ധത്തിലുണ്ടെന്നും വിമർശനം. യുവജന കമ്മീഷൻ ഓഫീസിലേക്ക് വാഴക്കുലയുമേന്തി KSU മാർച്ച്. ആവിക്കൽ കോതി ശുചിമുറി മാലിന്യ നിർമ്മാണ പദ്ധതികൾ ഉപേക്ഷിക്കില്ലെന്ന് കോഴിക്കോട് മേയർ. പദ്ധതികൾ കേന്ദ്രത്തിന്റെ അമൃത് 2ലേക്ക് മാറ്റും. ജനങ്ങളെ ബോധ്യപ്പെടുത്തി പദ്ധതി തുടരുമെന്നും ഡോക്ടർ എം ബീന ഫിലിപ്പ്.